നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. PSC എന്നാൽ ഒരു ഭരണഘടനാപരമായ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെയുള്ള സ്ഥാപനമാണ്. പക്ഷേ PSC ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മുടെ നാട്ടിലെ യുവാക്കൾ നോക്കിക്കാണുന്നത്. ഇപ്പോൾ PSC വഴിയുള്ള തസ്തികൾക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. കൂടുതൽ പേർക്ക് വഴി തൊഴിൽ കിട്ടും. പക്ഷേ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം ചില ചർച്ചകൾ പ്രകാരം പല സ്ഥാപനങ്ങളും സർക്കാരിൻ്റെ കീഴിലുള്ള 590 സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ പലതും അവിടെ പ്രവർത്തന ലക്ഷ്യം കഴിഞ്ഞിട്ടും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ അടച്ചുപൂട്ടേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയൊക്കെയുള്ള തീരുമാനം വരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് ട്രഷറിയും ഇത്തിരി സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ്. നിയമനങ്ങൾ പക്ഷേ ഒഴിവുകൾ നികത്തേണ്ടി വരും. പക്ഷേ താൽക്കാലിക ജീവനക്കാരെ ഒന്നും പിരിച്ചുവിടില്ലെന്ന് പറയുന്നുണ്ട് പലയിടത്തും. പകരം ഒഴിവുകൾ വരുമ്പോൾ ആ ഒഴിവുകൾ അവർക്കൊണ്ട് നീക്കി വയ്ക്കുന്നത്. അങ്ങനെ PSCയിലും വളരെ സങ്കീർണമായ ചില നടപടിക്രമങ്ങളും സംഭവവികാസങ്ങളൊക്കെ അടങ്ങിയേറിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്കാണ് PSCയിലെ ഈ ഒരു ചോദ്യപേപ്പർ അതായത് ചോദ്യപേപ്പർ ക്രമക്കേട്, പരീക്ഷാ ക്രമക്കേട്. ആസൂത്രണ ബോർഡിലേക്കുള്ള 6 തസ്തികകളിലേക്കുള്ള പരീക്ഷ നടത്തിയതിൽ അതിൻ്റെ ഇവാലുവേഷൻ മാർക്കിട്ടതിൽ ചില 8 ചോദ്യങ്ങൾ അതിന് മാർക്കിടാതെ വിട്ടതിൽ, പിന്നെ അസസ്മെൻറ്റ് മാർക്ക് കൂട്ടിക്കൊടുത്തത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചത്. അങ്ങനെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ PSCയിലെ ഉദ്യോഗസ്ഥരെ കുറ്റക്കാരാക്കി, പ്രതികളാക്കി ഇപ്പോൾ കേസ് FIR ഇട്ടിട്ടുണ്ട്. PSC അംഗങ്ങൾ ഭരണഘടനാപരമായ പരീക്ഷ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന് തൊടാനും പറ്റില്ല. ഇപ്പോൾ അതിൻ്റെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ തട്ടിപ്പ്, PSCയിലെ ഈ പരീക്ഷാ ക്രമക്കേട് പൂർണ്ണമായിട്ടും ഇതൊരു തട്ടിപ്പാണ്. ഇത് താങ്കൾ പറഞ്ഞതുപോലെ PSC ഒരു ഭരണഘടനാ പദവിയുള്ള സ്ഥാപനമാണ്, ഒരു സ്വയംഭരണ സ്ഥാപനമാണ്, സ്വയംഭരണ അധികാരങ്ങളുള്ള സ്ഥാപനമാണ്. അതിനകത്ത് സർക്കാരിനോ മറ്റാർക്കെങ്കിലുമോ കൈകടത്താൻ കഴിയില്ല. PSC സംബന്ധിച്ച കേസുകൾ, PSCക്കെതിരായ കേസുകളൊക്കെ നമ്മുടെ ഹൈക്കോടതിയിലേക്കാണ് പോകുന്നത്, ഹൈക്കോടതിയിലാണ് ഫയൽ ചെയ്യേണ്ടത്. മാത്രമല്ല PSC പക്ഷേ വിവരാവകാശ നിയമത്തിന് കീഴിലാണ് വരുന്നത്. PSCയിൽ ആസൂത്രണ ബോർഡ്, നമ്മളെ പ്ലാനിംഗ് ബോർഡിലെ 6 തസ്തികകളിലേക്ക് പിന്നെ 238 പേർ എഴുതിയ പരീക്ഷയാണ്. 6 തസ്തികകളിലേക്ക്. അതിൽ പ്രധാനപ്പെട്ട 3 തസ്തികകളിലാണ് ക്രമക്കേട് നടന്നിരിക്കുന്നത്. ഈ ക്രമക്കേട് നടന്നിരിക്കുന്നു എന്ന് മനസ്സിലായത് ഇതിൽ പരീക്ഷ എഴുതിയ ചില ഉദ്യോഗാർത്ഥികൾ വിവരാവകാശ പ്രകാരം ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് ഉത്തരം കൊടുക്കാതെ PSC ഒഴിഞ്ഞു മാറി. അത് ഉത്തരം നൽകാൻ സാധ്യമല്ല എന്നുള്ള മട്ടിലാണ് അവർ നിലപാടെടുത്തത്. അങ്ങനെയാണ് ഈ ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയാണ് ഈ കേസ് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചത്. അങ്ങനെയാണ് കേരള പോലീസിലെ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയത്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വലിയ ക്രമക്കേട് കണ്ടെത്തി. ഇതൊക്കെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് പുറത്തു വന്ന വാർത്തകളാണ്. അതിനേക്കാൾ വളരെ പ്രസക്തമായ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് പറയണമല്ലോ. ഇതിൽ ഒരു ഇടത് സംഘടനാ പ്രവർത്തകൻ, സഹയാത്രികൻ, സംഘടനാ പ്രവർത്തകൻ ഒക്കെയായ ഒരു മുതിർന്ന മാർക്സിസ്റ്റ് CPM നേതാവിൻ്റെ അടുത്ത ബന്ധു എന്നും പറയപ്പെടുന്നു. ആ ആള് എഴുതിയ പരീക്ഷയിൽ 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾ, ഏതാണ്ട് 58 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ആ ആള് എഴുതാൻ അറിയില്ല, ഒഴിവാക്കി. ആ ചോദ്യങ്ങൾ ഉത്തരം എഴുതിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിനൊപ്പം പരീക്ഷ എഴുതിയ മറ്റാൾക്കാരുടെയും ഈ പ്രസ്തുത 58 മാർക്കിനുള്ള ചോദ്യങ്ങളുടെ ഉത്തരം പരിഗണിച്ചില്ല, അതങ്ങ് ഒഴിവാക്കി വിട്ടു. അപ്പോൾ പരീക്ഷ എഴുതിയ ഒരാളിന്, ഇപ്പോൾ എനിക്കൊരു പരീക്ഷ എഴുതുമ്പോൾ, ഇപ്പോൾ SSLCക്കും പ്രീ ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന കാലത്ത്, ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത്, ജേർണലിസം പഠിക്കുന്ന കാലത്തൊക്കെ നമുക്കൊരു ഏകദേശ ധാരണയുണ്ട്. എനിക്ക് ഇത്ര ഒരു വിഷയത്തിൽ, ഇപ്പോൾ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എഡിറ്റിംഗ്, അതിലെ തിയറി എക്സാം ഞാൻ എഴുതുമ്പോൾ അതിലെനിക്ക് ഇത്ര മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു. ഏതാണ്ട് അതിനോടടുത്ത് തന്നെ 1-2 മാർക്കിൻ്റെയൊക്കെ വ്യത്യാസം വന്നേക്കാം, അതിനോടടുത്ത് തന്നെ മാർക്ക് കിട്ടി. അപ്പോൾ ഇത് ശരിയായ വിധത്തിൽ പഠിച്ച് പരീക്ഷ എഴുതുന്ന ഏത് പരീക്ഷാർത്ഥിക്കും ഇത് സാധിക്കും. തനിക്ക് എത്ര മാർക്ക് കിട്ടും എന്ന് സത്യസന്ധമായി വിലയിരുത്താൻ കഴിയും. അപ്പോൾ അങ്ങനെ വിലയിരുത്തിയപ്പോൾ ഈ പരീക്ഷാർത്ഥികളൊക്കെ ഞെട്ടിപ്പോയി. കാരണം 58 മാർക്കിൻ്റെ കുറവ് ഒറ്റയടിക്ക് സംഭവിക്കുകയാണ് എല്ലാവർക്കും. അപ്പോൾ അവരെ ഒരുമിച്ച് കൂടി അവരിത് ആലോചിച്ച് വിവരാവകാശം കൊടുത്തു.
ഈ ആൻസർ പേപ്പറിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ആവശ്യപ്പെട്ട് കൊടുത്തു. ഇതൊന്നും തരാൻ നിർവാഹമില്ല എന്നാണ് PSC പറഞ്ഞത്. അപ്പോൾ അവർ കേസുമായിട്ട് പോയി, ഹൈക്കോടതിയിൽ പോയി. അങ്ങനെയാണ് ഈ കേസ് SIT അന്വേഷിക്കാൻ വന്നത്. പക്ഷേ ക്രൈംബ്രാഞ്ചിൻ്റെയോ SITയുടെയോ അന്വേഷണം കൊണ്ട് ഇത് കൃത്യമായി കുറ്റവാളിയിലേക്ക് എത്തില്ല, പ്രതികളിലേക്ക് എത്തില്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഇതിൽ ബാക്കി ചില കാര്യങ്ങളൂടെ പറയാനുണ്ട്. അപ്പോൾ ഈ 58 മാർക്കിൻ്റെ ഉത്തരങ്ങളാണ്, ആ ചോദ്യങ്ങളാണ്, അതിൻ്റെ ഉത്തരങ്ങളാണ് ഇവിടെ വിഷയം. അത് കൃത്യമായിട്ട് ഈ ഒരാളിനെ ആ സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ഇത് ഈ തസ്തികയിലെ ശമ്പളം എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ 1.25 ലക്ഷം രൂപയാണ്. മറ്റ് ആനുകൂല്യങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ 2 ലക്ഷം രൂപ ശമ്പളം കിട്ടുകയാണ്. ഈ 2 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരു തസ്തികയിലാണ് ഈ ക്രമക്കേട് നടന്നിരിക്കുന്നത്, ഉന്നത തസ്തികയിൽ. അപ്പോൾ അത് വളരെ അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെ എന്നെല്ലാവർക്കും, ആ കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. കോടതി പറഞ്ഞ് അന്വേഷിച്ചേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ ഇതിൽ ഇങ്ങനെ ക്രമക്കേട് കണ്ടെത്തി. കാരണം അവർ ഉത്തരപേപ്പറൊക്കെ വരുത്തി പരിശോധിച്ചപ്പോൾ വളരെ ക്ലിയറാണ്. കാരണം ഈ 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിന് മാർക്ക് കിട്ടിയിട്ടില്ല. ഒരാള് 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, അതുകൊണ്ട് ബാക്കി ആ പരീക്ഷ എഴുതിയ ആൾക്കാർക്ക് മുഴുവനും ഈ 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾ ഉത്തരം എഴുതിയിരിക്കുന്ന ആ ഉത്തരങ്ങളെ പരിഗണിക്കാതെ മാറ്റി വെച്ചിരിക്കുന്നു, അതിന് മാർക്ക് കൊടുത്തിട്ടില്ല. ഇത് വളരെ കൃത്യമായിട്ട് അവർ കണ്ടെത്തി. PSC ഉദ്യോഗസ്ഥരടക്കമുള്ളവരെ അതിൽ പ്രതിയാക്കേണ്ടി വരും എന്ന റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇപ്പം ഇനിയിപ്പോൾ കോടതിയിൽ ആ റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ കേസ് വാസ്തവത്തിൽ ഈ വിവരാവകാശം കൊടുത്ത് പരീക്ഷാർത്ഥികൾ ചോദിച്ചപ്പോൾ ഇവർ ഉത്തരം കൊടുക്കാതിരുന്നതിനെ തുടർന്നാണ് സംശയിച്ച് ഹൈക്കോടതിയിലേക്ക് പോയത്. ഇത് ഹൈക്കോടതിയിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ വന്ന സർക്കാരും, എനിക്ക് ആ കാര്യത്തിൽ വളരെ കൃത്യമായൊരു ധാരണയുണ്ട്, മുൻ സർക്കാരും ഇപ്പോഴത്തെ സർക്കാരും ഒക്കെ കൂടെ ചേർന്ന്, അല്ലെങ്കിൽ ഈ പാർട്ടിക്കാരെല്ലാം ചേർന്ന് ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനെ ഒതുക്കി തീർത്തേനെ. കാരണം എന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ 2 CPM SFI അവരെ പ്രവർത്തകരെന്നൊക്കെ പറഞ്ഞാൽ നാണക്കേടാണ്. SFI ഗുണ്ടകൾ എന്ന് തന്നെ പറയണം. കത്തിക്കുത്ത് നടത്തിയ 2 പേരുടെ കഥ അറിയാമല്ലോ. ആ 2 പേര്, ഒരുത്തൻ 1ാം റാങ്കും ഒരുത്തൻ 5ാം റാങ്കും കിട്ടി. അവന് ഈ സ്വന്തം പേര് ഇംഗ്ലീഷിൽ അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ അറിഞ്ഞുകൂടാ എന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം. ഞാൻ പറയുന്നതല്ല കേട്ടോ. ഈ ആളിനെ കുറിച്ച് ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ ഈ 1ാം റാങ്ക് വാങ്ങിച്ച ആളിനെയും 5ാം റാങ്ക് വാങ്ങിച്ച ആളിനെയും കുറിച്ച് വന്ന അഭിപ്രായങ്ങളാണ് ഇതൊക്കെ. ആ കേസ് എവിടെ എത്തി? അതിൽ കുറ്റപത്രം സമർപ്പിച്ചോ? പ്രതികളെ അറസ്റ്റ് ചെയ്തു, പിന്നീട് അവരെ ജാമ്യത്തിൽ വിട്ടു. പിന്നെ ആ കേസിന് വല്ലതും സംഭവിച്ചോ? അതിങ്ങനെ വായുവിൽ അലിഞ്ഞു ചേരുന്നത് പോലെയാണ്. മഴവില്ല് ആകാശത്ത് തെളിഞ്ഞിട്ട് മാഞ്ഞു പോകുമല്ലോ, അതുപോലെ ആ കേസങ്ങ് മാഞ്ഞു പോയിരിക്കുകയാണ്. ഇതൊക്കെ ഈ PSC പരീക്ഷ എഴുതിയിട്ട് അതിനകത്ത് ഇത്രയും വലിയ ചോദ്യപേപ്പർ ചോർന്ന് ആണ് ഇവർ ഉത്തരം ഒക്കെ എഴുതി, കേട്ടെഴുതി, കണ്ടെഴുതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശരി, അവരെഴുതി വളരെ കൃത്യമായിട്ട്. അതും SI ടെസ്റ്റാണ്. ഈ ക്രിമിനലുകൾ, ഈ കത്തിക്കുത്ത് കേസിലെ പ്രതികൾ നാളെ SIമാരായാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ നാട്ടിൻ്റെ ക്രമസമാധാനം എവിടെ ചെന്ന് നിൽക്കും? ഇവർ ഭരിക്കുന്ന സ്റ്റേഷനുകൾ, പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായിട്ട് വരുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ആ കേസ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു? അതുകൊണ്ട് ഈ SIT അന്വേഷണത്തിലൊന്നും ഞാൻ വീഴില്ല. ഇവിടെ ഈ കേസിൻ്റെയും ഭാവി എന്താണ്? ഇപ്പോൾ ഇത് ഹൈക്കോടതിയിൽ ഹർജിയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ കാലം മുന്നോട്ട് പോകുമ്പോൾ ഈ പരാതിക്കാരുൾപ്പെടെ അവരുടെ ക്ഷമ നശിച്ച് അവർ സഹികെട്ട് അവരും പിന്തിരിയും. അതുകൊണ്ട് ഈ കേസ് ഇത് മാത്രമല്ല കേട്ടോ, ഇപ്പൊ ആസൂത്രണ ബോർഡിലേക്ക് നടന്നിരിക്കുന്നത് മാത്രമല്ല, കേസ് അടക്കം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അടക്കം നടന്ന വിവിധ പരീക്ഷകളിൽ വലിയ ക്രമക്കേട് സംഭവിച്ചിട്ടുണ്ടെന്നാണ് SITയുടെ പ്രാഥമിക നിഗമനം. SIT പല വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഏതാണ്ട് ഒരു 1/2 ഡസനോളം പരീക്ഷകൾ PSC നടത്തിയതിൽ വലിയ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുള്ളതായി സംശയിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് അന്വേഷിക്കണ്ടേ? അത് കല്ലും നെല്ലും തിരിയണ്ടേ? അത് ശരി, കുഴപ്പമൊന്നുമില്ല, ക്രമക്കേടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷം. മറിച്ച് ക്രമക്കേടുണ്ടെങ്കിൽ ആ ക്രമക്കേട് ആര് നടത്തി, അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്, അതിൻ്റെ ആസൂത്രണം ചെയ്തത് ആരാണെന്നൊക്കെ കണ്ടെത്തണ്ടേ?
ഇവിടെയും അതുപോലെ തന്നെ ഈ സംഭവത്തിൽ ഈ 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഒരാൾ ഉത്തരം എഴുതാത്തതിനെ തുടർന്ന് മറ്റുള്ളവരുടെ എല്ലാം ഉത്തരങ്ങളെ ബഹിഷ്കരിച്ച ഈ പേപ്പർ നോക്കിയ ആൾക്കാർ, അതിന്റെ പുറകിലൊരു ഗൂഢാലോചന ഇല്ലേ? ഈ പേപ്പർ നോക്കിയ അധ്യാപകന് ഒരു വെളിപാടുണ്ടായതാണോ? ആ 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾ 58 മാർക്കിന്റെ ചോദ്യങ്ങളെ അങ്ങ് ഒഴിവാക്കാം എന്ന് വെളിപാടുണ്ടായതാണോ? അല്ല, മുകളിൽ നിന്ന് നിർദ്ദേശം വന്നിട്ട് തന്നെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അത് ടാബുലേഷനിലല്ല, കൃത്യമായി പേപ്പർ വാല്യുവേഷനിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോ വാല്യുവേഷനിൽ അത് സംഭവിച്ചെങ്കിൽ ആ അധ്യാപകനെ, ആ പേപ്പർ നോക്കിയ ആളിനെ ആര് സ്വാധീനിച്ചു, ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ആ വ്യക്തി അത് ചെയ്തിരിക്കുന്നത്? ഇത് കണ്ടെത്തണം. ഇത് കണ്ടെത്തിയേ മതിയാവുള്ളൂ, ഒരു സംശയവുമില്ല. ഇത് കണ്ടെത്തണം. ആ അന്വേഷണം ചെന്നെത്തി നിൽക്കാൻ പോകുന്നത് ഉദ്യോഗസ്ഥരിലല്ല, അതിനും മുകളിലേക്കാണ്. അത് PSC അംഗങ്ങളിലേക്ക് വരെ എത്തും എന്ന ഒരു ഭയം ഇവിടെ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഭയം അസ്ഥാനത്തല്ല, അത് സ്ഥാനത്തുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ഉന്നത കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി ഉയർന്ന പദവികളിൽ വിരാജിക്കുന്ന വലിയ സ്വാധീനമുള്ള ആൾക്കാരുടെ ഇടപെടൽ, ഗൂഢാലോചന ഒക്കെ ഈ സംഭവത്തിലുണ്ട്. അത് കേവലം SIT അന്വേഷിച്ചാൽ പോരാ, അതൊരു കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം. കാരണം ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇവിടെ ക്രൈംബ്രാഞ്ചിനൊന്നും കയറി അങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അതിനുള്ള ചില പരിരക്ഷകളൊക്കെ ഉണ്ട് അവർക്ക്, അല്ലേ? അവർ സ്വയംഭരണ സ്ഥാപനമാണ്. അതുകൊണ്ട് അവരെക്കാൾ മുകളിൽ അധികാരമുള്ള ഒരു ഏജൻസി വേണം അത് അന്വേഷിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അത് CBI അന്വേഷണം വേണം. മുമ്പും ഈ വാർത്ത, ഈ തട്ടിപ്പ് പുറത്തു വന്ന് 1 മാസം മുമ്പാണ് ഈ തട്ടിപ്പ് പുറത്തു വരുന്നത്. അന്ന് ഈ വിഷയം നമ്മളോട് സംസാരിച്ച ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം V. ഗോപാലകൃഷ്ണൻ IPS. അദ്ദേഹം അന്ന് ഇത് ആവശ്യപ്പെട്ടിരുന്നു. നമ്മുടെ ചാനൽ ചർച്ചയിൽ തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഇത് CBI അന്വേഷിക്കണമെന്ന്. CBI അന്വേഷിച്ചാൽ മാത്രമേ ഇതിന്റെ ഉള്ളുകള്ളികൾ പുറത്തു വരികയുള്ളൂ. കാരണം ഇതാണല്ലേ, അതായത് PSC ഭരണഘടനാപരമായ സ്ഥാപനമാണ്. അതിലെ അംഗങ്ങളെ ചോദ്യം ചെയ്യാൻ കേരള പോലീസിന് പരിമിതികളുണ്ട്. അവരുടെ അധികാരം അതിന് താഴെയാണ്. ഇപ്പോൾ ഇവരെക്കാൾ മുകളിൽ അധികാര സ്ഥാനത്തിരിക്കുന്നവർ വേണം ഇതിന്. അല്ലെങ്കിൽ ഒരു പറയുന്നത് പോലെ ഹൈക്കോടതി ഒരു ജുഡീഷ്യൽ അന്വേഷണം, സത്യത്തിൽ ഇത് വലിയ ചെറിയ കാര്യമല്ല കേട്ടോ. 1/2 ഡസൻ പരീക്ഷകളിൽ വലിയ ക്രമക്കേട് നടന്നതായി സംശയിക്കുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കണ്ടേ? ഇത് നിസ്സാര കാര്യമല്ല ഇത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇതൊരു CBI അന്വേഷണത്തിലേക്ക് പോകണം. സംസ്ഥാന സർക്കാർ തന്നെ അതിന് മുൻകൈ എടുക്കണം. മറിച്ച് ഇത് രാഷ്ട്രീയമായ വിട്ടുവീഴ്ചകൾ ചെയ്ത് കോംപ്രമൈസ് ചെയ്താൽ, പണ്ട് കഴിഞ്ഞ 10 വർഷം ഭരിച്ചപ്പോൾ പല വിട്ടുവീഴ്ചകളും ചെയ്ത് പല കോംപ്രമൈസുകളും ചെയ്തു, അല്ലേ? നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണ് PSC അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നടന്നത് എന്ന് നമ്മൾ കണ്ടു. സർക്കാരിൻ്റെ തന്നെ വരവ് ചെലവ് കണക്കുകൾ നോക്കുന്ന CAG, CNAG അടക്കമുള്ളവർ നടത്തിയിരിക്കുന്ന പരാമർശങ്ങളൊക്കെ, ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല, വളരെ രൂക്ഷമായ വിമർശനങ്ങളും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു കാര്യങ്ങളും ഈ സർക്കാർ, കഴിഞ്ഞ സർക്കാർ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല. ഒരു പുല്ലുവില അതിന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന് ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് 102 സീറ്റിൽ ജയിപ്പിച്ച് അധികാരത്തിൽ കയറ്റിയത്. സത്യത്തിൽ 105 സീറ്റാണ് മറ്റവർക്ക് എതിരായിട്ട് 3 BJPയുടെതും കൂടെ ചേരും പ്രതിപക്ഷം. വെറും 35 സീറ്റിൽ ഒതുക്കി കളഞ്ഞു ആ ഭരണപക്ഷത്തെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് CBI അന്വേഷണം നടക്കണം. അതിനുള്ള എല്ലാ വകുപ്പും ഇതിനകത്തുണ്ട്. ഈ പറഞ്ഞതുപോലെ കേവലം ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, ഇത് വലിയ രീതിയിൽ തങ്ങളുടെ പാർട്ടി മിഷണറി ഉദ്യോഗസ്ഥ തലത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി, സ്വജനപക്ഷപാതം, ക്രമക്കേടുകൾ, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കൊക്കെ മനസ്സിലാകുന്നത്. അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഇത് മനസ്സിലാകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച അരുത്. VD സതീശൻ സർക്കാരിന് ഈ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, അല്പമെങ്കിലും ജനങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു CBI അന്വേഷണത്തിന് വിടണം. CBI അന്വേഷണത്തിലൂടെ മാത്രമേ ഈ PSC അംഗങ്ങൾക്ക്, നോക്കൂ, ലക്ഷക്കണക്കിന് രൂപ ആനുകൂല്യങ്ങൾ കൊടുത്ത്, അല്ലേ,
ആണ് അവരെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് 10-24 കോടി ജനസംഖ്യയുള്ള, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എന്തായാലും 20 കോടിക്ക് മേളിൽ ജനസംഖ്യയുള്ള UP ഉത്തർപ്രദേശിൽ 3-4 PSC മെമ്പർമാരാണുള്ളത്. ഈ കേരളത്തിൽ 26 മറ്റോ ആണ് PSC മെമ്പർമാരുടെ എണ്ണം. അതിന് തക്കവണ്ണം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത് ചോദിക്കുമ്പോൾ പ്രബുദ്ധ കേരളമാണെന്ന് പറയും. എന്ത് പ്രബുദ്ധത? UP യിലും സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, അവിടെയും കൃത്യമായി റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിൽ ഈ PSC അംഗങ്ങൾ ജംബോ ഒരു ഭരണസമിതി ഉണ്ടാക്കി വെച്ച് ജനങ്ങളുടെ നികുതി പണം കൊള്ളയടിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചോദിക്കുമ്പോൾ PSCയെ വിമർശിക്കാൻ പാടില്ല. തെറ്റ് ആര് ചെയ്താലും വിമർശിക്കണം. അത് വിമർശിക്കേണ്ടത് തന്നെയാണ്, ഒരു സംശയവുമില്ല ഈ കാര്യത്തിൽ. അതുകൊണ്ട് VD സർക്കാരിനോടുള്ള എളിയ അപേക്ഷ, ഈ കേസിന്റെ അന്വേഷണം താങ്കളുടെ സർക്കാർ CBIക്ക് കൈമാറുകയും മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുന്നിൽ എത്തിച്ച് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും വേണം. ഇനി ഒരു ഉദ്യോഗാർത്ഥിക്കും ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട്, പ്രതിസന്ധി നേരിടേണ്ടി വരരുത്. വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ലക്ഷക്കണക്കിന് പേർ PSC പരീക്ഷ എഴുതുന്നത്. അങ്ങനെ ആ മത്സര പരീക്ഷയിൽ വിജയിച്ചു വന്ന് നമ്മുടെ രാജ്യത്തെ സേവിക്കാൻ, നമ്മുടെ സർക്കാരിനെ സേവിക്കാൻ, ജനങ്ങളെ സേവിക്കാനൊക്കെ ഏറ്റവും മികച്ച ഉദ്യോഗാർത്ഥികൾ കടന്നു വരണം. അതിനുവേണ്ടി ഏറ്റവും സുതാര്യവും സത്യസന്ധവുമായി പരീക്ഷ നടത്തേണ്ട ഒരു വിഭാഗമാണ് PSC. ആ PSCയെയാണ്, ആ ഭരണഘടനാ സ്ഥാപനത്തെയാണ് വെറും നോക്കുകുത്തിയാക്കിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷം ചിലർ അഴിഞ്ഞാടിയത്. ഇനിയും ആ അഴിഞ്ഞാട്ടം അനുവദിച്ചു കൊടുക്കരുത് എന്നാണ് VD സതീശൻ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത്.